ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കഥകളിയുടെ ഒരു ഫേസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ഭാഗത്ത് കവർ ചെയ്തിരിക്കുന്ന സെയിം ഒരു ഡിസൈനാണ് ഇപ്പുറത്തെ ഭാഗത്തും ചെയ്ത് കാണിക്കുന്നത്. വീഡിയോ കുറച്ച് ലെങ്ത് ആണ്, അതുകൊണ്ട് പാർട്ട് 2ഉം 3ഉം ഉണ്ടായിരിക്കും. ഇത് പാർട്ട് 1 വീഡിയോ ആണ്. അത് കണ്ടതിന് ശേഷം പാർട്ട് 2 വീഡിയോ കാണുക. ആദ്യമായിട്ട് ഞാനൊരു യെല്ലോ വാഷ് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന 8ൻ്റെ റൗണ്ട് ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. യെല്ലോ എടുക്കാൻ വേണ്ടിയിട്ട് യെല്ലോ ഒക്കറും പെർമനൻ്റ് യെല്ലോയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഫസ്റ്റ് യെല്ലോ വാഷ് അപ്ലൈ ചെയ്തതിന് ശേഷം റെഡ് കളർ ഷെയ്ഡിംഗ് ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സ്കാർലറ്റ് ലേക്കും യെല്ലോ ഓപ്പറും കൂടി മിക്സ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. ഒരു ബ്രിക്ക് റെഡ് കളറാണ് ഇതിന് വേണ്ടിയിട്ട് വേണ്ടത്. അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ബ്രഷ് 4 പോയിൻ്റ് ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. കുറച്ച് തിക്കായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു വെറ്റ് ബ്രഷ് യൂസ് ചെയ്തിട്ട് ലയിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കുറച്ചുകൂടി തിക്കറായിട്ട് സെക്കൻഡ് കോട്ടും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാം. സെക്കൻഡായിട്ട് വരുന്ന ഈ ഒരു ഡിസൈനാണ്. ഈ ഡിസൈൻ ഇപ്പുറത്തെ സൈഡിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് യെല്ലോ ഒരു കോട്ടും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ച് റെഡ് കളറും കൂടി അപ്ലൈ ചെയ്തിട്ട് ഷെയ്ഡിങ് എന്ന് പറയുന്നത് ചെയ്ത് കൊടുക്കാം. ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് വെറ്റായിട്ടിരിക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഡിസൈൻ എന്ന് പറയുന്നത് ചെയ്യാൻ പറ്റത്തില്ല. റെഡ് വെച്ചിട്ട് സ്പ്രെഡ് ആവും. അതുകൊണ്ട് ഇപ്പോഴത്തെ സൈഡിലുള്ള റെഡ് വരുന്ന പോർഷൻ എന്ന് പറയുന്നത് ചെയ്ത് കൊടുക്കാം. കുറച്ചുകൂടെ കട്ടിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വരുന്ന പോർഷനാണ് യെല്ലോ ഗ്രീൻ, പിന്നെ വീണ്ടും യെല്ലോ ആണ് വരുന്നത്. കുറച്ച് റെഡും കൂടെ മിക്സ് ചെയ്തിട്ട് ഷെയ്ഡിങ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഗ്രീൻ കളർ ലാസ്റ്റ് വെച്ച് കൊടുക്കാം. കാര്യം ഇതിനിടയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ സ്പ്രെഡായി പോകും. നെക്സ്റ്റ് വരുന്ന ഡിസൈൻ എന്ന് പറയുന്നത് ഈ റെഡ് വരുന്ന ഏരിയ ആണ്. ആ ഏരിയ ഫിൽ ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് നമ്മൾ ചെയ്ത പോലെ സെയിം മെത്തേഡ് തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്.
സൈഡിൽ ഇതുപോലത്തെ ഒരു ഡിസൈൻ ഉണ്ട്. അപ്പോൾ ആ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് റെഡ് വെച്ചിട്ട് തന്നെ വരച്ചു കൊടുക്കുകയാണ്. യെല്ലോ വരുന്ന പോർഷന് കംപ്ലീറ്റ് ആയിട്ട് യെല്ലോ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് ഉണങ്ങട്ടെ. അപ്പോഴത്തേക്കും ഗ്രീൻ വരുന്ന പോർഷൻ ചെയ്ത് കൊടുക്കാം. ഇതിന് വേണ്ടിയിട്ട് സാപ്പ് ഗ്രീനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ആദ്യം ലൈറ്റായിട്ട് സാപ്പ് ഗ്രീൻ അപ്ലൈ ചെയ്യുകയാണ്. ഇതിന് ശേഷം കുറച്ചും കൂടി ഡാർക്കൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു ലേശം ബ്ലാക്ക് കളറും കൂടി അപ്ലൈ ചെയ്യുന്നുണ്ട്. കുറച്ച് ഡാർക്കറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു പോർഷൻ കംപ്ലീറ്റ് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി ആ ഒരു ഡിസൈൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ ഒരു പെൻറ്റഗണിൻ്റെ ഷേപ്പാണ് വരച്ചിട്ട് റെഡ് കളർ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ വരച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിൽ കുറച്ചുകൂടി സൂം ചെയ്തിട്ട് വരയ്ക്കാം. ഒരു പെൻറ്റഗൺ വരച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഈ ഡിസൈൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് ഈ ഒരു പോർഷൻ എങ്ങനെയാണ് ഷെയ്ഡിങ് എന്ന് പറയുന്നത് ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെയും സെയിം റെഡ് കളർ വെച്ചിട്ട് അപ്ലൈ ചെയ്യുകയാണ്. എന്നിട്ട് ഒരു വെറ്റ് ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് ഷെയ്ഡിങ് എന്ന് പറയുന്നത് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈ ഫ്ലവേഴ്സ് എങ്ങനെയാണ് ഷെയ്ഡിങ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം ഒരു സർക്കിൾ വരയ്ക്കുക. അതിനുശേഷം 6 പെറ്റൽസ് വരച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഇന്നർ പോർഷനിൽ റെഡ് വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. പിന്നെ മിഡിൽ പോർഷനിൽ ഗ്രീനാണ്. ഇതുപോലെ ബാക്കിയുള്ള പോർഷൻസും ചെയ്ത് കൊടുക്കാം. അപ്പോൾ പാർട്ട് 1 വീഡിയോ ആണ്. അപ്പം ലെങ്ത് കൂടുതലായതുകൊണ്ടാണ് പാർട്ട് 1ഉം പാർട്ട് 2ഉം ഒക്കെ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് വീഡിയോ കാണുക.